സ്നേഹം കൊതി തീരുന്നില്ലേ, നിൻ സാമീപ്യം മതിയാകുന്നില്ലേ. ഈ സ്നേഹം കൊതി തീരുന്നില്ലേ, നിൻ സാമീപ്യം. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ, ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും. മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. ഇതുപോരായേ, 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ.
സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. യേശുവിൻ്റെ തിരുജനനത്തെ ലോകം മുഴുവനും വിവിധ നിലകളിൽ ആഘോഷിച്ചു കഴിഞ്ഞു. പല വിധത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെ ഈ ആഘോഷം നടത്തിയ ആളുകളുണ്ട്. കരോൾ സംഘങ്ങളായി ഈ ജനനത്തിൻ്റെ മഹത്വത്തെ ഗാനങ്ങളിലൂടെ പ്രകീർത്തിച്ച കരോൾ സംഘങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ മറ്റ് വിവിധ നിലകളിലൊക്കെ ഈ ആഘോഷം നടത്തിയ ധാരാളം ആളുകളുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ആദ്യമായി പ്രസ്താവിച്ച ഒരു കരോൾ സംഘത്തെയാണ് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇതാരാണ് പറഞ്ഞത് എന്ന് 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ ഈ ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം തീർച്ചയായും ഏറ്റവും വിലയേറിയതായ ഒരു ജനനമായിരുന്നു. ഇതേ സംബന്ധിച്ച് യെശയ്യാപ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഇരുട്ടിൽ നടന്ന ജനം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ഇരുട്ടുള്ളതായ സമയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നടക്കാൻ. ഒരു പരിധി വരെ നടക്കുക അസാധ്യമാണ്. അങ്ങനെയുള്ളതായ ഒരു സമയത്ത് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്താണ് ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ജീവൻ്റെ ആധാരം. ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ദൈവരാജ്യത്തെപ്പറ്റി അറിഞ്ഞുകൂടാ. ദൈവത്തെപ്പറ്റി പോലും മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. സൗഖ്യമില്ലാത്ത ജനം, സമാധാനമില്ലാത്ത ജനം, ആരും അവരെ പരിചരിക്കുവാനായിട്ടില്ല, ആരും അവരുടെ വിഷമങ്ങൾ കേൾക്കുവാനായിട്ടില്ല, ആരും അവരെ സമാധാനത്തിലേക്ക് നയിക്കുവാനായിട്ടില്ല, രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നില്ല. അങ്ങനെ വല്ലാത്ത ഒരു സ്ഥിതിയിൽ ജനം മുഴുവൻ അന്ധകാരത്തിൽ കിടക്കുന്നതായ ഒരു സമയത്താണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത്. മത്തായി സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, അതിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ താൻ പ്രസ്താവിച്ചതിന് ശേഷമായി 8-ാമത്തെ അധ്യായം മുതൽ നാം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നതായ സന്ദർഭമാണ്. ആ കുഷ്ഠരോഗി കർത്താവിൻ്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഏറ്റവും നിരാശനായ ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നതായ ഒരു സംഭവത്തോടു കൂടെയാണ് 8-ാം അധ്യായം മുതൽ അങ്ങോട്ടുള്ളതായ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ഇവിടെ ഏറ്റവും നിരാശനായ ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അരികിലേക്ക് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് വരികയാണ്. കർത്താവിൻ്റെ മുൻപാകെ അവൻ വന്ന് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. നിരാശനായ ഈ വ്യക്തി ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ശുദ്ധമാകാൻ കഴിയുകയില്ല എന്നുള്ളതായ തികഞ്ഞ ബോധ്യത്തോടുകൂടെ ഏറ്റവും നിരാശനായി, ഏറ്റവും സങ്കടം അനുഭവിക്കുന്ന, മറ്റുള്ള ആളുകളാൽ വെറുക്കപ്പെട്ടവനായ, അകറ്റി നിർത്തപ്പെട്ടവനായ ഈ മനുഷ്യൻ കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നത് നാം മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുകയാണ്. 8-ാം അധ്യായത്തിൽ തന്നെ 5-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ഒരു ശതാധിപൻ വന്ന് കർത്താവിനോട് പറയുകയാണ്, എൻ്റെ ദാസൻ പക്ഷവാതം പിടിപെട്ട് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു, അവിടുന്ന് അവനെ ഒന്ന് സൗഖ്യമാക്കണം. കർത്താവ് അവൻ്റെ കൂടെ അവൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ ശതാധിപൻ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, അവിടുന്ന് ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. ശതാധിപനാണെങ്കിലും അദ്ദേഹവും ഇരുട്ടിലാണ്. അദ്ദേഹത്തിനും അറിഞ്ഞുകൂടാ എന്താണ് ചെയ്യേണ്ടുന്നത്. തൻ്റെ ദാസൻ ഇതാ പക്ഷപാത രോഗിയായി കിടക്കുന്നു, എങ്ങനെ സൗഖ്യം ലഭിക്കും, സൗഖ്യം കൊടുക്കുവാൻ ആർക്ക് കഴിയും, ഇതൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹവും നിരാശനാണ്. അതേ അധ്യായത്തിൽ തന്നെ 14-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ പത്രോസിൻ്റെ അമ്മാവി അമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു.
അവളുടെ ജ്വരത്തെ ശാസിച്ച് കർത്താവ് സൗഖ്യമാക്കിയതായി നാം വായിക്കുന്നു. അവിടെയും കർത്താവ് സമാധാനം നൽകുന്ന ഒരു വലിയ സമാധാന ദാതാവായിട്ട് നാം അവിടെ കാണുകയാണ്. 16 മുതലുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നതായി നാം കാണുന്നുണ്ട്. അങ്ങനെ തുടർന്നുള്ളതായ വാക്യഭാഗങ്ങളെല്ലാം നാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സമാധാനമില്ലാത്ത ഒരു ലോകത്തിൽ സമാധാന ദൂതനായി കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ലോകം മുഴുവനും ഇരുട്ടിലായിരുന്നു. ആർക്കും സമാധാനമില്ല, സന്തോഷമില്ല, രോഗികൾക്ക് സമാധാനമില്ല. അവർ ആകപ്പാടെ നിരാശരാണ്. അവരെന്താണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് സൗഖ്യം ലഭിക്കുവാനുള്ളതായ വഴികളെപ്പറ്റി അവർ അജ്ഞരാണ്. മാനസികമായി സന്തോഷമില്ല, അതുപോലെ തന്നെ ശാരീരികമായ സൗഖ്യമില്ല. ഇരുട്ടിലിരിക്കുന്നതായ ജനം, ആകപ്പാടെ നിരാശയിൽ ആണ്ടിരിക്കുന്നതായ വലിയൊരു സമൂഹം, ആ സമൂഹത്തിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. വാസ്തവത്തിൽ അവിടുന്ന് ജനിച്ചപ്പോൾ എത്ര നിസാരനായിട്ടാണ് ജനിച്ചത്. ഏറ്റവും താണസ്ഥിതിയിൽ അവിടുന്ന് ജനിച്ചു വീണു. നാം വായിക്കുന്നത് പോലെ അവിടത്തേക്ക് ജനിച്ചു വീഴുവാൻ ഒരു സ്ഥലം പോലും ലഭിച്ചില്ല എന്നുള്ളത് അത്ഭുതകരമായൊരു വസ്തുതയാണ്. ജനിച്ചതിന് ശേഷമായി പശുത്തൊട്ടിയിലേക്ക് അവനെ കിടത്തി. വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ വന്നതുകൊണ്ട് അവനൊരു പശുത്തൊട്ടിയിൽ കിടത്തി. ഒരു സാധാരണക്കാരനായിട്ടാണ് അവിടുന്ന് ജനിച്ചത്. സാധാരണക്കാരുടെ ഭവനത്തിൽ, തച്ചനായ യോസേഫിൻ്റെ ഭവനത്തിൽ, ആ കുടുംബത്തിൽ അവിടുന്ന് ജനിച്ചു വീണു. അധികം ഒന്നും അറിയപ്പെടാത്ത ഒരു കുടുംബത്തിൽ, ഒരു വലിയ പ്രശസ്തിയോ പ്രസിദ്ധിയോ ഒന്നും നേടാൻ യാതൊരു സാധ്യതയുമില്ലാത്തതായ ഒരു സാധാരണ കുടുംബത്തിലാണ് അവിടുന്ന് ജനിച്ചത്. ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് അവിടുന്ന് ജനിച്ചു വീണു. അവിടുന്ന് വളർന്നു വന്നതായ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അതും ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങളിലായിരുന്നു. ഒരു സാധാരണക്കാരൻ്റെ ഭവനത്തിൽ ഏറ്റവും ചുരുങ്ങിയതായ ജീവിത സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം വളർന്നു വരികയാണ്. ഇന്നത്തെ നിലയിലാണെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടാൻ പറ്റിയതായൊരു സാഹചര്യമല്ലായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷമായി നാം വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരസ്യ ശുശ്രൂഷകൾ ആരംഭിക്കുന്ന സമയം മുതൽ അദ്ദേഹം അനേകർക്ക് സമാധാനം കൊടുക്കുന്ന, സൗഖ്യം കൊടുക്കുന്ന, ജീവിതത്തിൻ്റെ നിരാശ മാറ്റുന്ന, ഏറ്റവും വലിയ സന്ദേശം അവർക്ക് നൽകുന്ന ഒരു സമാധാന ദൂതനായിട്ട് മാറി എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തു അവരുടെ അരികിലേക്ക് വരുമ്പോൾ അവർക്ക് സമാധാനം ലഭിക്കുകയാണ്. സൗഖ്യം ആവശ്യമുള്ളവർക്ക് സൗഖ്യം ലഭിക്കുന്നു. ദുഃഖിതർക്ക് ആശ്വാസം ലഭിക്കുന്നു. വിശ്വാസം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ വലിയവനായ ദൈവം ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. എത്രമാത്രം വലിയ അത്ഭുതകരമായ ഒരു ശുശ്രൂഷയാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവം ചെയ്തത്. പ്രിയമുള്ളവരെ, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം മാറ്റുന്ന ഏറ്റവും അനുഗ്രഹകരമായ ആ വെളിച്ചത്തെ കാണുവാൻ തക്കോണം ലോകത്തിനിടയായി തീർന്നു എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതായ സത്യം. അങ്ങനെ വ്യാപിച്ചിരുന്നതായ അന്ധകാരത്തിൻ്റെ നടുവിലേക്കാണ് കർത്താവായ യേശുക്രിസ്തുവാകുന്ന ദിവ്യപ്രകാശം ജനിച്ചു വീണത്. അങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന അന്ധകാരത്തെ കർത്താവ് മാറ്റിക്കൊടുത്തു. അവർക്ക് സൗഖ്യം നൽകി, സമാധാനം നൽകി, സന്തോഷം നൽകി, അവരെ പ്രത്യാശയാൽ നിറച്ചു. ദൈവരാജ്യം എന്താണെന്ന് അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. നിത്യജീവൻ എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. വലിയവനായ ദൈവം ആരാണ് എന്നവർക്ക് കാണിച്ചു കൊടുത്തു. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലേക്ക് കർത്താവ് വരുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കണം, സമാധാനം ലഭിക്കണം, ദൈവപ്രസാദമുണ്ടാകണം, നമ്മുടെ നിരാശ മാറണം, നമ്മുടെ സകല പ്രയാസങ്ങളും മാറിപ്പോകണം. ഇന്ന് രാവിലെ ഈ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് നമ്മുടെ നിരാശ മാറ്റുവാൻ കർത്താവിന് സാധിക്കും. നമ്മുടെ സകല അന്ധകാരത്തെയും നീക്കിക്കളയുവാൻ കർത്താവിന് സാധിക്കും. നമ്മുടെ മനസ്സ് സന്തോഷമാക്കുവാൻ കർത്താവിന് സാധിക്കും. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് കൊടുക്കേണ്ടുന്നതായ സ്ഥാനം കൊടുക്കുമ്പോൾ ഈ വക അനുഗ്രഹങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകിത്തരുന്നു എന്നുള്ളത് ദൈവവചനം നമ്മെ അറിയിക്കുകയാണ്.
ഇന്ന് രാവിലെ ഈ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലെ സകല അന്ധകാരവും നീങ്ങിപ്പോകട്ടെ, നമ്മുടെ സകല പ്രയാസങ്ങളും മാറിപ്പോകട്ടെ, നമ്മുടെ അസമാധാനം നീങ്ങിപ്പോയിട്ട് സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ളതായ ഓരോ ചുവടുവയ്പ്പും കർത്താവിൻ്റെ ഹിതത്തിനനുസരണമായിട്ടാകട്ടെ. അങ്ങനെ നാം അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതാകട്ടെ. അപ്പോൾ സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് പാടിയതുപോലെ നമുക്കും അനുഗ്രഹത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. അതായത് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന് പ്രസാദമുള്ള മനുഷ്യരായി തീരുവാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. അങ്ങനെ നാം സമാധാനമുള്ളവരായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, അനുഗ്രഹകരമായ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വായിച്ചതുപോലെ ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്നെഴുതിയിരിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലെ അന്ധകാരത്തെ മുഴുവൻ മാറ്റുവാൻ അവിടുത്തെ പുത്രൻ ഈ താണലോകത്തിലേക്ക് അത്ഭുത പ്രകാശമായി ജനിച്ചു വീണതിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവം ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് സൗഖ്യം നൽകിയതിനായി സ്തോത്രം, ഞങ്ങൾക്ക് സമാധാനം നൽകിയതിനായി സ്തോത്രം, ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയതിനായി സ്തോത്രം, അവിടുത്തെ മക്കളാക്കി ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. സൗഖ്യമില്ലാത്തവർക്ക് അവിടുന്ന് സൗഖ്യം നൽകണമേ. ഇരുളിൻ്റെ അവസ്ഥയിലുള്ളവർക്ക് കർത്താവെ ദിവ്യ പ്രകാശം അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ. നിത്യജീവൻ അവർക്ക് നൽകണമേ കർത്താവെ. അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിത്യരക്ഷ അനുഭവിക്കുവാനും അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ വരവ് താമസിക്കുന്നുവെങ്കിൽ ഒരു പുതിയ സംവത്സരം കൂടെ കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹകരമായ ദിവസങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിക്കണമേ കർത്താവെ. ആപത്തനർത്ഥങ്ങളെല്ലാം ഞങ്ങളെ വിടുവിക്കണം. ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാവരെയും ദീർഘായുസിലും ആരോഗ്യത്തിലും പരിപാലിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയും വിനയവുമായി ബോധിപ്പിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.